നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ശക്തമായ 25 രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറങ്ങി. ഇന്ത്യ 3-ാം സ്ഥാനത്തെത്തി. നമുക്ക് മുന്നിൽ അമേരിക്ക, റഷ്യ. ഇത് മോദി യുഗമാണ്. രണ്ടാമത്തെ നേട്ടം GSTയുടെ പ്രതിമാസ നികുതി പിരിവ് 1.5 ലക്ഷം കോടി കവിഞ്ഞു. ഇതൊരു ചായ വിൽപ്പനക്കാരന്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. മൂന്നാമത്തെ നേട്ടം പുതിയ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ അമേരിക്കയെയും ജപ്പാനെയും പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ 2-ാം സ്ഥാനത്തെത്തി. നാലാമത്തെ നേട്ടം 2017-18 സൗരോർജ ഉൽപാദനം ഇരട്ടിയായി. ചൈനയും അമേരിക്കയും അമ്പരന്നു. അഞ്ചാമത്തെ നേട്ടം ഇന്ത്യയുടെ GDP കുതിച്ചുയരുന്നത് കാണുമ്പോൾ ഇന്ത്യയുടെ GDP 8.2%, ചൈനയുടെ 6.7%, അമേരിക്കയുടേത് 4.2%. ഇപ്പോഴും പറയും, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരനായ മോദി വിദേശത്തേക്ക് പോകുന്നത്? ആറാമത്തെ നേട്ടം ജലം, കര, ആകാശം എന്നീ 3 മേഖലകളിൽ നിന്നും സൂപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിച്ച് ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇത് മോദി യുഗമാണ്. ഏഴാമത്തെ നേട്ടം എന്ന് പറയുന്നത് 70 വർഷത്തിനിടയിൽ പാകിസ്ഥാൻ ദാരിദ്ര്യമായി കണ്ടിട്ടില്ല. എന്നാൽ മോദി വന്നയുടൻ തന്നെ പാകിസ്ഥാൻ ദരിദ്രമായി. വാസ്തവത്തിൽ പാകിസ്ഥാന്റെ വരുമാനത്തിന്റെ ഉറവിടം ഇന്ത്യൻ കള്ളനോട്ടുകളുടെ വ്യാപാരമായിരുന്നു. അത് നരേന്ദ്രമോദി അവസാനിപ്പിച്ചു. എട്ടാമത്തെ നേട്ടം, ഒരു കാര്യം മനസ്സിലായില്ല. 2014 കോൺഗ്രസ് പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞിരുന്നു, രാജ്യം ദരിദ്രമാണ്, ഞങ്ങൾക്കൊരു ചെറിയ ജെറ്റ് പോലും വാങ്ങാൻ കഴിവില്ല. റഫാൽ പോകട്ടെ, പക്ഷേ നരേന്ദ്രമോദി ഇറാന്റെ കടം വീട്ടി, റഫാൽ ഇടപാട് നടത്തി, S-400 എടുക്കുന്നു. കോൺഗ്രസിന്റെ കാലത്ത് രാജ്യത്തിന്റെ പണമെല്ലാം എവിടേക്കാണ് പോയത്? ഇനി 9-ാം നേട്ടം, സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് സ്കോർപിയോയുടെ സംരക്ഷണ കവർ ലഭിച്ചു. ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് 2500 ബുള്ളറ്റ് പ്രൂഫ് സ്കോർപിയോകളാണ് ലഭിച്ചത്. 10-ാം നേട്ടം, ഈ 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ വികസനം അതെന്തായിരുന്നു? ഫ്രാൻസിനെ പിന്നോട്ട് തള്ളി സമ്പദ് വ്യവസ്ഥയിൽ 6-ാം സ്ഥാനത്താണ് എത്തിയത്. 11-ാം നേട്ടം, ജർമ്മനിയെ പിന്നിലാക്കി വാഹന വിപണിയിൽ 4-ാം സ്ഥാനത്തെത്തി. 12-ാം നേട്ടം, വൈദ്യുതി ഉൽപാദനത്തിൽ റഷ്യയെ പിന്തള്ളി 3-ാം സ്ഥാനത്തെത്തി. 13-ാം നേട്ടം, ടെക്സ്റ്റൈൽ ഉൽപാദനത്തിൽ ഇറ്റലിയെ പിന്നിലാക്കി 2-ാം സ്ഥാനത്തെത്തി. 14-ാം നേട്ടം, വിയറ്റ്നാമിനെ പിന്തള്ളി മൊബൈൽ ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്തെത്തി. 15-ാം നേട്ടം, സ്റ്റീൽ ഉൽപാദനത്തിൽ ജപ്പാനെ പിന്നിലാക്കി 2-ാം സ്ഥാനത്തെത്തി. 16-ാം നേട്ടം, ബ്രസീലിനെ പിന്നിലാക്കി പഞ്ചസാര ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തെത്തി. ഈ ഒരു നേട്ടങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വന്തമാക്കിയത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മോദി യുഗം എന്ന് തന്നെ വിളിക്കാം. മോദി സർക്കാരിന്റെ കീഴിൽ താഴ്വരയിൽ നിന്ന് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നു. 8 മാസത്തിനുള്ളിൽ 230 തീവ്രവാദികളെ 72 ഹൂറികളും പാൽപ്പുഴയും മദ്യപ്പുഴയും ഒക്കെയുള്ള സ്വർഗത്തിലേക്ക് അയക്കുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് ഭീകരത പടർത്തിയിരുന്നു. മോദി ഭരണത്തിൽ ഭീകരർക്ക് ഭീകര പ്രവർത്തനം എന്ന് ചിന്തിക്കാൻ പോലും ഭയം. ഇതാണ് മോദി ഭരണത്തിന്റെ ഫോർമുല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.